അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, പലപ്പോഴും പലരും നമ്മോട് സങ്കടപ്പെടാറുണ്ട്, പരാതി പറയാറുണ്ട്, അവരുടെ പ്രയാസം പങ്കുവെക്കാറുണ്ട്. എന്താണ് അവരുടെ ടെൻഷൻ എന്നറിയോ? ഇന്ന് 3 പരിപാടിയുണ്ട്. ആ 3 പരിപാടികൾ നിർബന്ധമായും പങ്കെടുക്കണം. ഒന്ന് മംഗലം, മറ്റൊന്ന് ഹൗസ് വാമിങ്, മറ്റൊന്ന് യാത്രയപ്പ്. 3 സ്ഥലത്ത് നിന്ന് എങ്ങനെ ഭക്ഷണം കഴിക്കുന്നതാണ് പ്രശ്നം. ഭക്ഷണം കഴിച്ചില്ല എങ്കിൽ അത് അവർക്ക് പ്രശ്നമാവും. അങ്ങനെ ഭക്ഷണം കഴിക്കാനുള്ള ചാൻസുകൾ, അവസരങ്ങൾ കൂടിപ്പോയതിൻ്റെ പേരിൽ ടെൻഷൻ അടിക്കുന്ന ഒരു വിഭാഗം. എന്നാൽ ഇന്നും ഇന്നലെയും മിനിയാന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല, ഇന്നെങ്കിലും വേറെ നിറയെ ഭക്ഷണം കഴിക്കാൻ കിട്ടുമോ എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കുന്ന ഒരു വിഭാഗം. ഫലസ്തീനിലേക്ക് പോയി നോക്കൂ, എന്താണ് അവരുടെ അവസ്ഥ. ഇനി അതല്ല, റോഹിംഗ്യൻ മുസ്ലിങ്ങൾ അഭയാർത്ഥി ക്യാമ്പിൽ ഡൽഹിയുടെ ചേരി പ്രദേശങ്ങളിലൊക്കെ പുൽച്ചെടികളും ഇലകളും കഴിച്ചുകൊണ്ട് ജീവിക്കുന്നു. അവർ ഇന്നും ഇന്നലെയും മിനിയാന്നൊന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല, ഇന്നെങ്കിലും ഭക്ഷണം കഴിക്കാൻ കിട്ടുമോ എന്ന് കരുതിയിട്ട് അവർ സങ്കടപ്പെടുന്നു, ടെൻഷൻ അടിക്കുന്നു. നമുക്കൊരു അനുഗ്രഹം ലഭിക്കുമ്പോൾ ആ അനുഗ്രഹം തന്ന ആളെക്കുറിച്ച് ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ രൂപപ്പെടണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പട്ടിണി കാരണം, വിശപ്പ് കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന രംഗമുണ്ട്. ആ സമയത്ത് പുറത്തിറങ്ങി, ആ സമയത്താണ് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നബി തങ്ങൾ ചോദിച്ചു, അതല്ല സിദ്ദീഖേ, ഈ സമയത്ത് എന്തേ നിന്നെ വെളിയിൽ കാണാൻ കാരണം? നീ എന്തിനാണ് പുറത്തു വന്നത്? ആ സമയത്ത് പറയുന്നുണ്ട്, പ്രിയമുള്ളവർ, പട്ടിണി കാരണമാണ്, വിശപ്പ് കാരണം ഉറക്കം വരുന്നില്ല, അങ്ങനെ ഇറങ്ങിയതാണ്. വാ നമുക്ക് പോവാം. 2 പേരും നടന്നു നീങ്ങുമ്പോഴാണ് മറ്റൊരു രൂപം പ്രത്യക്ഷപ്പെടുന്നത്. ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അത് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങളായിരുന്നു. 2 പേരും ചോദിച്ചു, എന്താ ഈ സമയത്ത് വരാനുള്ള കാരണം? വിശപ്പ് കൊണ്ട് ഉറക്കം വരാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. 3 പേരും കുറെ കൂടി നടന്നു. ഒരു സ്വഹാബിയുടെ വീട്ടിൽ കയറി. സ്വഹാബി 3 പേരെയും കണ്ടപ്പോൾ എന്തെന്നില്ലാതെ സന്തോഷിച്ചു, ആഹ്ലാദിച്ചു. കാരണം ഇത്രയും നല്ലൊരു ഗസ്റ്റിനെ ലോകത്തിൽ നിന്ന് എനിക്കല്ലാതെ മറ്റാർക്കും കിട്ടിയിട്ടില്ല. മുത്തുനബിയും അവിടുത്തെ പ്രധാനപ്പെട്ട 2 അനുയായികളും. ഉടനെ തന്നെ ആടിനെ പിടിച്ചു. ആ സമയത്തിന് വിധങ്ങൾ പറയുന്നുണ്ട്, ഇയാക്ക, നീ സൂക്ഷിക്കണം, കറവുള്ളതിനൊന്നും പിടിച്ചറക്കരുത് എന്നൊക്കെ. പെട്ടെന്ന് തന്നെ മട്ടൻ കറിയും ഭക്ഷണമൊക്കെ ശരിയാക്കി അത് കഴിച്ച് വയറ് നിറച്ച് ആ വീടിൻ്റെ പടിയിറങ്ങുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂല് സ്വഹാബാക്കളോട് പറയുന്നൊരു പ്രയോഗമുണ്ട്, സുമ്മല തുസ്അലുന്ന അനിൻ നഈം, സുമ്മല തുസ്അലുന്ന അനിൻ നഈം. സിദ്ദീഖേ, ഉമറേ റളിയല്ലാഹു അൻഹുമ, ഈ അനുഗ്രഹത്തെക്കുറിച്ച് നിങ്ങളോട് നാളെ അല്ലാഹു ചോദിക്കുന്നതാണ്. വിശന്ന വയറുമായി വന്ന നമുക്ക് നിറഞ്ഞ വയറുമായി തിരിച്ചു പോകാനുള്ള ഒരു അവസരം അല്ലാഹു നൽകി. പ്രിയമുള്ളവർ, റെസ്റ്റോറൻറ്റിൽ കയറി വയറു നിറയെ കുഴിമന്തി കഴിച്ചു. അത് കഴിച്ച് ജീരകമെടുത്ത് വായിലിട്ട് വില്ലടച്ച്, പിന്നെ ഒരു ഇർക്കിളെടുത്ത് പല്ലിൽ കുത്തി പുറത്ത് വരുമ്പോൾ ഒരിക്കലെങ്കിലും വെറുതെ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഈ അനുഗ്രഹത്തെക്കുറിച്ച്? അല്ലാഹു ചോദിക്കും. നമ്മളെ ഫ്രണ്ട്സിനോട്, നമ്മുടെ വൈഫിനോട്, ഫാമിലിയോട് നമ്മൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടോ? ആ ഒരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിൽ കളിയാടണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാതി നിഖ്മതിക. അല്ലാഹുവേ, നീ തന്ന അനുഗ്രഹം നീങ്ങിപ്പോകുന്ന അവസ്ഥയിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുന്നു. അല്ലാഹു നൽകിയ അനുഗ്രഹം എപ്പോഴും നമുക്ക് അത് സ്ഥിരമായി നിലനിന്നുകൊള്ളണമെന്നില്ല. ഒരു മുണ്ടക്കൈ പോലത്തെ ദുരന്തം വന്നാൽ, ഒരു സുനാമി വന്നാൽ, ഒരു പ്രളയം വന്നാൽ അതൊക്കെ തീരാവുന്നതേ ഉള്ളൂ.
അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക. നമ്മൾ ഹെൽത്തിയാണ്, ആരോഗ്യവാനാണ്, മസിൽ പവർ ഉണ്ട്, ജിമ്മിന് പങ്കെടുക്കുന്നു, കരാട്ടെ, കുംഫു എല്ലാ അഭ്യാസവും. പക്ഷേ ഒരു രാത്രി കിടന്നുറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചുണ്ട് ഒരു ഭാഗത്തേക്ക് ഓടിപ്പോയി, ശരീരം ഒരു ഭാഗം തളർന്നു പോയി. വതഹവ്വുലി ആഫിയതിക, നമ്മുടെ ആരോഗ്യം അത് നിലനിൽക്കണം. ഫുജാതിനി ഖുമതിക, പെട്ടെന്നുണ്ടാകുന്ന അള്ളാഹുവിൻ്റെ പിടുത്തം, ശിക്ഷ, അതിൽ നിന്നൊക്കെ കാവൽ ചോദിക്കുന്നു. നാം അനുഗ്രഹം ആസ്വദിക്കുമ്പോൾ, അനുഭവിക്കുമ്പോൾ, അത് എൻജോയ് ചെയ്യുമ്പോൾ അത് തന്ന റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മയും അത് നിലനിൽക്കാനുള്ള പ്രാർത്ഥനയും പ്രിയമുള്ളവരെ നാം പഠിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തന്ന അനുഗ്രഹങ്ങൾ, അവൻ നൽകിയ ആരോഗ്യം അതൊക്കെ നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. റഹ്മത്തിക യാ റഹ്മാൻ.